മുതലപ്പുഴി ഹാർബറിന്റെ നിർമ്മാണം അശാസ്ത്രീയമായതുകൊണ്ട് തന്നെയാണ് നിരവധി മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായത്. മൺസൂൺ സമയങ്ങളിൽ ഈ മണൽത്തിട്ടയിൽ വള്ളങ്ങളടിച്ച് വള്ളം മറിയുകയും മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. ഇവിടുന്ന് കല്ല് കൊണ്ടുപോകാനായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് 6 മീറ്ററോളം ആഴം നിലനിർത്തിക്കൊണ്ട് അവരിവിടുന്ന് കല്ല് കൊണ്ടുപോകും എന്നുള്ള ഒരു എഗ്രിമെന്റാണ് ഗവൺമെന്റുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് പറയുന്നത് 2.05 കോടി രൂപ അദാനിയിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് നമുക്കിവിടെ ഈ ഡ്രഡ്ജ് നടത്തി തരുമെന്നാണ് പറഞ്ഞത്. ഈ മണൽത്തിട്ട രൂപപ്പെട്ടത് കൊണ്ട് തന്നെ വള്ളങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. ഈ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ വള്ളങ്ങളും ഇന്ന് കായലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. നമസ്കാരം. മുതലപ്പുഴയിലാണുള്ളത്. ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മണല് അടിഞ്ഞുകൂടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ ആരും സർക്കാർ കൃത്യമായി പരിഗണിക്കുന്നില്ല. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഹരിക്കുന്നില്ല. ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഇവർ ഇവിടെ സമരമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴും അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരിക്കും എന്താണ് ഇന്ന് സമരം വെച്ചപ്പോൾ ആരെങ്കിലും വന്നായിരുന്നു? തീർച്ചയായിട്ടും ഇന്ന് സമരത്തിന് ഒരു തീരുമാനം എടുക്കുന്നതിലേക്കായി ഫിഷറീസ് ഡയറക്ടർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് മുൻകാലങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ തരുന്നത് പോലെ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 4 ദിവസം ഈ വരുന്ന ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഡ്രിഡ്ജർ കൊണ്ടുവന്നിട്ട് 6 മീറ്റർ ആഴം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ മുതലപ്പുഴയുടെ അകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ പൂർണ്ണമായിട്ടും 1.5 മാസത്തിനകത്ത് മാറ്റിത്തരും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മളിന്ന് സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം? ഈ പ്രശ്നം ആവർത്തിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2018-19 കാലഘട്ടത്തിൽ ഇവിടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ഓൾറെഡി തന്നെ നമ്മുടെ ഈ മുതലപ്പുഴി ഹാർബറിന്റെ നിർമ്മാണം അശാസ്ത്രീയമായതുകൊണ്ട് തന്നെയാണ് നിരവധി മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായത്. എന്നാൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് യാതൊരു വിലയും നൽകാതെ, മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അദാനിക്ക് ഇവിടെ നിന്ന് കല്ലുകൊണ്ടുപോകാനുള്ള വിഴിഞ്ഞത്തേക്ക് കല്ലുകൊണ്ടുപോകാനുള്ള സംവിധാനം നമ്മുടെ തെക്കുവശത്തുള്ള ബ്രേക്ക് വാട്ടർ പൊളിച്ചുകൊണ്ട് ഏതാണ്ട് 150 മീറ്ററോളം വരുന്ന ബ്രേക്ക് വാട്ടർ പൊളിച്ചു കൊടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് 2018-19 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയുണ്ടായി. അതിനുശേഷം 2020 ഡിസംബർ മുതൽ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ വരെ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ 25 വരെ, അതായത് 20-25 ഇപ്പൊ 5 വർഷം, ഈ 5 വർഷത്തിലും ഈ കാലയളവിൽ ഇവിടെ പുഴയ്ക്കകത്ത് മണൽ വീഴുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള മുൻകാലങ്ങളിൽ പല വർഷങ്ങളിലും മൺസൂൺ സമയങ്ങളിൽ ഈ മണൽത്തിട്ടയിൽ വള്ളങ്ങളടിച്ച് വള്ളം മറിയുകയും മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. ആ കുടുംബങ്ങൾ ഇവിടെ അനാഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അനാഥത്തിലേക്ക് അവർ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരണം നടക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ, അതായത് മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ മറ്റൊന്നൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്നതല്ലാതെ ഇതിന് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇവർ എന്തെങ്കിലും വന്ന് ഇവിടെ ഒരു പിടിക്കുക, അതായത് 2 JCB കൊണ്ട് 2 മണൽ കോരി മാറ്റുമ്പോൾ നമുക്ക് വള്ളം കടലിൽ പോകാനുള്ള ഒരു സംവിധാനം ആയി കഴിയുമ്പോൾ നമ്മളും അത് മറന്നു പോവുകയാണ് ചെയ്തത്. അതിന്റെ സീരിയസ്നെസ്സിലോട്ട് പോകുന്നത് ഇവിടെ മരണങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ഇപ്പൊ 2025 ഇപ്പൊ സംഭവിച്ചതെന്ന് പറയുന്നത് ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ ഈ മണല് വീഴുന്ന ഒരു പ്രതിഭാസം ആരംഭിച്ചിരുന്നു. അപ്പൊ ആരംഭിച്ചപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് INTUC-യും അതേപോലെ തന്നെ മറ്റ് സംഘടനകളും താഴമ്പള്ളി ഇടവകയും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ശക്തമായ ഒരു സമരപരിപാടി AXCയുടെ ഓഫീസിലേക്ക് നടത്തുകയുണ്ടായി. അന്ന് ബന്ധപ്പെട്ട അധികാരികൾ AIയും അതേപോലെ തന്നെ AXCയും Eയും ഉൾപ്പെടെയുള്ള അധികാരികൾ ഞങ്ങൾക്ക് തന്ന വാക്കെന്ന് പറയുന്നത് 8 മുതൽ 10 വരെ ഉള്ള ദിവസം, ഈ ദിവസത്തിനകത്ത് ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ മണൽ നീക്കം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 10 ദിവസമായിട്ടും അവർ ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ 2 ദിവസത്തിന്, അതായത് ഇന്നലെ വള്ളം പണിക്ക് പോകുന്ന സമയത്ത് വള്ളത്തിന് കടന്നു പോകാൻ പറ്റിയില്ല. ഈ കല്ലും അതേപോലെ തന്നെ മണലും കൂടിയിട്ട് ഒരു വള്ളം പോയി അതിന്റെ പുറത്തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇന്നലെ കടൽ പ്രക്ഷുബ്ധമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ വള്ളത്തിലുണ്ടായിരുന്ന 25ഓളം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാപത്തുണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങനെ സംഭവിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇവിടെ ഒരു സമരസമിതിക്ക് രൂപം നൽകുകയും
ആ സമരസമിതി മെനിഞ്ഞാന്നാണ് നമ്മളിവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് 6 മണി മുതൽ ഇവിടെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇവിടെ അത്യാവശ്യമായിട്ടുള്ള, അതായത് സ്കൂൾ കുട്ടികൾ പോകുന്ന ബസ്സുകൾ, അതേപോലെ തന്നെ ആംബുലൻസ്, രോഗികൾ, ആശുപത്രി പോകുന്നവർ, അതേപോലെ തന്നെ എയർപോർട്ടിൽ പോകുന്നവർ, ഗൾഫിലേക്ക് പോകാനായിട്ട് നിന്നവർ, അങ്ങനെയുള്ള വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ നമ്മൾ കൃത്യമായിട്ട് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ഈ സമരം നടത്തിയിട്ടുള്ളത്. ഇന്ന് ഉദ്യോഗസ്ഥർ വന്നപ്പോ എന്താണ് പറഞ്ഞത്? ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മുമ്പ് തന്നതുപോലെയുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇന്നും തന്നത്. പക്ഷേ അവര് മുൻപ് തന്ന വാഗ്ദാനങ്ങൾ പോലെയല്ല ഇത്. ഈ വാഗ്ദാനം ഞങ്ങൾ കൃത്യമായിട്ട് അവർക്ക് 4 ദിവസത്തിനകത്ത്, ഈ വരുന്ന ചൊവ്വാഴ്ച ഡ്രഡ്ജർ, അതായത് ചേറ്റുവയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഡ്ജർ അവിടെ ഏതോ ഒരു സ്ഥലത്ത് ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. അദാനിയുടെ അത് പറയുമ്പോൾ അദാനിയുടെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനിക്ക് ഇവിടെ ഗവൺമെന്റ് ഇവിടുന്ന് കല്ല് കൊണ്ടുപോകാനായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് 6 മീറ്ററോളം ആഴം നിലനിർത്തിക്കൊണ്ട് അവരിവിടുന്ന് കല്ല് കൊണ്ടുപോകും എന്നുള്ള ഒരു എഗ്രിമെന്റാണ് ഗവൺമെന്റുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇവർ ഒരിക്കൽ പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണമെന്ന് പറയുന്നത് ഇവരുടെ ബാർജ് കടന്ന് വരുന്ന ഭാഗം, അതായത് തെക്ക് വശത്ത്, നമ്മുടെ ബ്രേക്ക് വാട്ടർ, തെക്ക് വശത്തുള്ള ബ്രേക്ക് വാട്ടറിന് ചേർന്നാണ് ഇവരുടെ ബാർജ് ഈ കല്ല് കൊണ്ടുപോകാനായിട്ട് കയറുന്നത്. ഈ ബാർജ് കയറി വരുന്ന ഭാഗത്ത് മാത്രം ഇവർ കൃത്യമായിട്ട് ഈ 6 മീറ്റർ ആഴത്തിൽ ഇവർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. കാര്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത് ഡ്രഡ്ജിങ് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതാണ്. പക്ഷെ അല്ല, ഇത് അവരുടെ ബാർജ് കടന്നു പോകാൻ വേണ്ടി മാത്രം അവർക്ക് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിക്കൊണ്ടത്. പക്ഷേ ഈ എഗ്രിമെന്റ് നിലനിൽക്കുന്ന കാലത്ത്, അതായത് അദാനിയുമായിട്ടുള്ള എഗ്രിമെന്റ് നിലനിൽക്കുന്ന കാലത്ത് ഇതിന് ഒരു കൃത്യമായിട്ടുള്ള അവർ ഏറ്റിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം ഏറ്റിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് എന്ന് പറയുന്നത് 2.05 കോടി രൂപ അദാനിയിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് നമുക്കിവിടെ ഈ ഡ്രഡ്ജ് നടത്തി തരുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് 2 ദിവസം മുമ്പ് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, ഈ 2 ലാൻഡിംഗ് സെന്റർ, അതായത് താഴമ്പള്ളി പെരുമാതുറ ഭാഗത്തുള്ള 2 ലാൻഡിംഗ് സെന്ററിലും കൂടി ഒരു വർഷത്തിൽ 1.5 കോടി രൂപ ഇവർ ടോളായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങളുടെ ഖജനാവെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നതിന്റെ വിഹിതമാണ് നിങ്ങൾ ഓരോ വർഷം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ആ വിഹിതം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായിട്ട് മത്സ്യബന്ധനത്തിന് പോകുവാനും ഒരു മത്സ്യത്തൊഴിലാളികളുടെയും ജീവൻ ഇനി ഈ ഹാർബറിൽ നഷ്ടപ്പെടുവാൻ പാടില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് ഇന്ന് ബന്ധപ്പെട്ട ഫിഷറീസ് ഡയറക്ടറിന് മുമ്പാകെ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. എന്താണ് പറയുന്നത്, ഈ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാന്ന് പറഞ്ഞു? തീർച്ചയായിട്ടും ഇപ്പൊ അദാനിയുടെ ഭാഗത്തുനിന്ന് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ സാർ അങ്ങനെയാണ് പറഞ്ഞത്, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ല, ഇന്ന് മിനിസ്റ്റർ ഇതിന് ഉത്തരവ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഫണ്ട് ഗവൺമെന്റ് തന്നെ കണ്ടെത്തിക്കൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ചെലവിൽ നിന്ന് നടത്തുകയും അദാനിയിൽ നിന്ന് പിന്നീട് ഈടാക്കുകയും ചെയ്യുമെന്നുള്ള രീതിക്കാണ് നമ്മുടെ അറിയിച്ചിട്ടുള്ളത്. അല്ല, ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഇനി വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ സമയം അവസാനിച്ചു, അത് ഇന്നത്തോടെ കഴിയുകയാണ്. ഇന്നൊരു വാഗ്ദാനം കൂടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 4 ദിവസം മാത്രമേ ആ വാഗ്ദാനത്തിന് വാല്യൂ ഉള്ളൂ. ഈ 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ, അതായത് നമ്മുടെ ഹൈവേ ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ടും ഗതാഗതം സംഭവിപ്പിച്ചുകൊണ്ടും സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടും ഇവിടെ ഉള്ള ഏതാണ്ട് വരുന്ന 50,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളെ നിരത്തിലിറക്കിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുവാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇല്ല, ഇപ്പൊ പോകാൻ പറ്റുന്ന സാഹചര്യം. കാര്യം ഏതാണ്ട് 10,000-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണൽത്തിട്ട രൂപപ്പെട്ടത് കൊണ്ട് തന്നെ വള്ളങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. ഈ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാ വള്ളങ്ങളും ഇന്ന് കായലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഓരോ വള്ളങ്ങളും 40 മുതൽ 70-80 ലക്ഷം രൂപ വരെ കടബാധ്യതകളുള്ള വള്ളങ്ങളാണ്. ഞങ്ങളുടെ സീസൺ വരുന്നത് ഈ വരുന്ന 3 മാസങ്ങളിലാണ്. ഈ 3 മാസങ്ങളിൽ നിങ്ങൾ ചെയ്തു തന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു തരാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വിശപ്പാണ് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്. അപ്പൊ വിശപ്പുണ്ടാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? മരണമല്ല ഞങ്ങൾക്ക് വലുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റ് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ഞങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ച് ഏൽപ്പിക്കണം. അങ്ങനെയുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്, ബാങ്കിൽ കടങ്ങളുണ്ട്. ഇതൊക്കെ തീർക്കണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഞങ്ങൾ ഈ കടലിലോട്ട് പോവുകയും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി മക്കളുടെ ജീവൻ വീണ്ടും ഇവിടെ പൊലിയുകയും ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയമില്ല.